അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, 1 കോറിന്തോസ് ലേഖനം 13:4. സ്നേഹം ദയയുള്ളതാണ്, സ്നേഹം ക്ഷമയുള്ളതാണ്. സ്നേഹമെന്ന് പറയുന്ന പുണ്യമാതാവ് പെറ്റുപെരുകി മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് വികിരണം ചെയ്യുന്ന ഒരുപാട് പുണ്യക്കുഞ്ഞുങ്ങളുണ്ട്. നന്മയുടെ ഒരുപാട് സൗരഭ്യമുണ്ട്. അതിൽ നാം ഇന്ന് ചിന്തിക്കുന്ന സ്നേഹം ദയയുള്ളതാണ്. സ്നേഹത്തിൻ്റെ ഈ ദയാമുഖം എപ്പോഴാണ് വെളിപ്പെടുക? മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ അവൻ അർഹിക്കുന്നത് ജ്ഞാനമായി അറിവായി ഉൾക്കൊണ്ടൊരു ഹൃദയത്തിൻ്റെ ഒരു പ്രദർശന ഭാവമാണ് ദയ. അവൻ അർഹിക്കുന്നത് എത്തിച്ചു കൊടുക്കുന്ന, അവൻ അർഹിക്കുന്ന സാഹചര്യത്തിന് അനുകൂലമായി അവനോട് പ്രവർത്തിക്കുന്ന ഹൃദയഭാവമാണ് ദയ. ക്ഷമിക്കുന്ന ഹൃദയം സ്നേഹത്തിൻ്റെ മറ്റൊരു തീക്ഷ്ണ തീവ്രമായ ഭാവമാണ്. ഒരുപക്ഷെ എനിക്കേറ്റ സ്നേഹം കൊടുത്തിട്ടും എനിക്ക് നേരെ വന്ന മുറിവിൻ്റെ ഒരു അനുഭവത്തിൽ അത് കണ്ടില്ലെന്നും എന്നെ അത് ബാധിച്ചില്ലെന്നും മനസ്സിനോട് മന്ത്രിച്ച് ഹൃദയം സംസാരിക്കുന്ന ഒരു വലിയ പുണ്യമാണ് ക്ഷമ. എനിക്കൊരു ഉപദ്രവവും നിന്നിൽ നിന്നുണ്ടായിട്ടില്ല, നീ എന്നോട് ചെയ്തത് എന്നെ വേദനിപ്പിച്ചില്ല, നീ എനിക്ക് വരുത്തിയ നഷ്ടം എനിക്ക് സങ്കടം നൽകുന്നില്ല എന്നൊരു ചിന്തയിൽ നിന്ന് അവനോട് പെരുമാറാനുള്ള ഹൃദയഭാവം ക്ഷമ. സ്നേഹം ദയയുള്ളതാണ്, സ്നേഹം ക്ഷമയുള്ളതാണ്. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.